തിരുവനന്തപുരം സംസ്ഥാനത്ത് മഴ ജാഗ്രത തുടരുന്നു. അടുത്ത 3 മണിക്കൂറിൽ എല്ലാ ജില്ലകളിലും തീവ്ര മഴയ്ക്ക് സാധ്യത എന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. 9 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, തൃശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട എന്നീ ജില്ലകളിലാണ് റെഡ് അലർട്ട്. കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴ കിട്ടിയേക്കും എന്നാണ് മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസങ്ങളിലെ അത്ര ശക്തമായ മഴയ്ക്ക് ഇനി സാധ്യതയില്ല. ഈ സീസണിലെ ആദ്യ തീവ്ര മഴ ദിവസങ്ങൾ അവസാനിച്ചിരിക്കുന്നുവെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ വിലയിരുത്തൽ. കേരള തീരത്ത് ശക്തമായ കാറ്റിനും കടൽക്ഷോഭത്തിനും സാധ്യത തുടരുകയാണ്. മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കാലവർഷക്കെടുതിയിൽ ഇന്നലെ കനത്ത നാശനഷ്ടമാണ് സംസ്ഥാനത്തുണ്ടായത്. 10 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. വിഴിഞ്ഞത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോയ 9 പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. സഹായമാത, ഫാത്തിമമാത എന്നീ വള്ളങ്ങളിലെ തൊഴിലാളികൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. രാത്രി വൈകിയും കോസ്റ്റ് ഗാർഡിൻ്റെയും കോസ്റ്റൽ പോലീസിൻ്റെയും നേതൃത്വത്തിൽ തിരച്ചിൽ നടന്നു. കണ്ണൂർ പാട്യത്ത് ഒഴുക്കിൽപ്പെട്ട കണവായ മുതിയങ്ങ സ്വദേശിനി നളിനിക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരും. ശക്തമായ കാറ്റിലും മഴയിലും വീടുകൾക്ക് മുകളിൽ മരം വീണ് മണ്ണിടിഞ്ഞും വൻ നാശനഷ്ടമാണ് ഉണ്ടായത്. ട്രാക്കിൽ മരങ്ങൾ വീണതോടെ താറുമാറായ ട്രെയിൻ ഗതാഗതം സാധാരണ നിലയിലേക്ക് എത്തുന്നതേയുള്ളൂ. മണ്ണിടിച്ചിൽ ഭീഷണിയുള്ളതിനാൽ കെട്ടിയൂർ പാൽച്ചൂരം റോഡിലൂടെയുള്ള രാത്രിയാത്ര നിരോധനം തുടരുകയാണ്. ഇന്നലെ രാത്രി മഴ കുറഞ്ഞെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളിൽ കയറിയ വെള്ളം ഇറങ്ങിയിട്ടില്ല. 2000-ലേറെ പേർ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്.